ഓരോ ജനറേഷന് എസ്പെഷ്യലി കുട്ടികളെ കുട്ടികളിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോരോ തരം ഇപ്പം വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് വളരെ നോർമലാണ് എന്ന് പറയണു. അല്ലെങ്കിൽ ഒരു ടീനേജേഴ്സിലൊക്കെ ആണെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ തന്നെ വളരെ നോർമലാണ്. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? വെർച്വൽ ഓട്ടിസം ഒരു കൊളോക്കിയൽ വേർഡായിട്ട് ഇപ്പം യെസ്. മാറിയിരിക്കുകയാണ്. വെർച്വൽ ഓട്ടിസം വാട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ചൈൽഡ് ഷോസ് സം കൈൻഡ് ഓഫ് എന്താ പറയുന്നത് ബിഹേവിയേഴ്സ് ലൈക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ പോലുള്ള ചില ബിഹേവിയേഴ്സ് കാണിക്കും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓവർ എക്സ്പോഷർ ടു സ്ക്രീൻ ടൈം. അതാണ് അത് ഈ വെർച്വൽ ഓട്ടിസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓവർ എക്സ്പോഷർ ടു സ്ക്രീൻ ടൈം എന്ന് പറയുമ്പം കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ ഈ മോട്ടോർ സ്കിൽസ് ആയിക്കോട്ടെ, അവരുടെ അക്കാഡമിക് സ്കിൽസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, ഇത് ഡെവലപ്പ് ആവേണ്ട സമയം ഏർലി 6 ഇയേഴ്സ് ആണ്. അല്ലെങ്കിൽ 14 ഇയേഴ്സ്. ഇവിടെ ഈ കുഞ്ഞിന് അധികം ആളുകളുമായിട്ട് എക്സ്പോഷർ ഇല്ല, കമ്മ്യൂണിറ്റി ആയിട്ട് എക്സ്പോഷർ ഇല്ല, പേരൻസുമായിട്ട് കണക്ഷൻ ഇല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം അതായത് 2 വയസ്സ് കുഞ്ഞൊക്കെ 12 ടു 14 മണിക്കൂർ കാർട്ടൂണിൻ്റെ മുമ്പിലിരിക്കുന്നു. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ സ്ക്രീൻ ടൈം പറയുന്നത് 0 സ്ക്രീൻ ടൈമാണ്. ഈവൻ ദോ ഒരു വീഡിയോ കോൾ പോലും നമ്മൾ കാണിക്കരുതെന്നാണ്. ഈവൻ വീഡിയോ കോളിൽ പോലും കുഞ്ഞിനെ കാണിക്കാൻ പാടില്ലെന്നുള്ളതാണ്. ആ കുഞ്ഞ് 12 ടു 14 മണിക്കൂർ കാണുമ്പം ഇവരുടെ സ്പീച്ച് ഡെവലപ്മെൻറ്റ് എവിടെയാണ്? മോട്ടോർ ഡെവലപ്മെൻറ്റ് എവിടെയാണ്? ഐ ടു ഐ കോണ്ടാക്റ്റ് കൊടുക്കാൻ പറ്റില്ല. യെസ്. നോർമൽ ഹ്യൂമൻ ക്യൂസ്, അതായത് നമുക്ക് പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങൾ, നമ്മളുടെ ആശയങ്ങൾ, ഇതൊന്നും കുഞ്ഞിന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. സൊസൈറ്റിയുമായിട്ട് മിക്സപ്പ് ആവാൻ പറ്റത്തില്ല. പല കുട്ടികളെയും നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ദേ ആർ പ്രൊനൗൺസിങ് ഒൺലി കാർട്ടൂൺ വോയിസസ്. മിസ്റ്റർ ബീൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രം, അത് മാത്രമേ ആ കുട്ടിക്ക് അറിയത്തുള്ളൂ. ഈവൻ ദോ നോട്ട് എ സിംഗിൾ വേർഡ്. അമ്മാന്ന് പോലും 4 വയസ്സായിട്ട് കൂട്ടി വിളിച്ചിട്ടില്ല. മാന്ന് പോലും വന്നിട്ടില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെൻസിൽ ഹോൾഡിംഗ് തൊട്ടുള്ള മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും ഒന്നും തന്നെ ഡെവലപ്പ് ആവത്തില്ല. അപ്പോൾ ഈ എക്സ്പോഷർ ടു വെർച്വൽ വേൾഡ് വെർച്വൽ ഓട്ടിസത്തിലേക്ക് ലീഡ് ചെയ്യും. അത് നമ്മൾ ഡിജിറ്റൽ ഹൈജീൻ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റൂ. നമ്മുടെ ശരീരത്തിൻ്റെ ശുചീകരണം, എങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യുന്നോ, എങ്ങനെ നമ്മൾ കുളിക്കുന്നോ, എല്ലാ വീടുകളിലും അലിഖിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എഴുതി തന്നെ വെച്ചോ, ഡിജിറ്റൽ ഹൈജീൻ വേണം. എത്ര സമയം ഫോൺ ഉപയോഗിക്കാം, എത്ര സമയം എൻ്റെ കുഞ്ഞിന് ഫോൺ കൊടുക്കാം, ഞാൻ എത്ര സമയം ഫോൺ നോക്കാം. ഞാൻ പറയും എല്ലാ വീടുകളിലും ഒരു എന്താ പറയുന്നത് ഗാഡ്ജറ്റ് ഫ്രീ സോൺ വേണം. നമ്മൾ പൂജാമുറികൾ എന്ന് പറയുന്ന പോലെ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ബെഡ്റൂമിലേക്ക് അലൗ ചെയ്യരുത്. ബെഡ്റൂം വേണ്ട, നിങ്ങളൊരു കോമൺ സ്പേസ്, അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലമായിക്കോട്ടെ. പൂജാമുറിയിൽ നമ്മൾ ഭക്ഷണം കൊണ്ട് പോവുമോ? പോയില്ലല്ലോ. ഒരു മെഡിറ്റേഷൻ റൂം, ഇനി പൂജയല്ലാത്തവർക്ക് മെഡിറ്റേഷൻ റൂം, പ്രെയർ റൂം, അല്ല അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുമോ? നമ്മളുടെ വൃത്തിഹീനമായിട്ട് നമ്മൾ പോവുകയോ ഒന്നും ചെയ്യില്ലല്ലോ. ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഒരു ഗാഡ്ജറ്റ് ഫ്രീ സോൺ വേണം. ഗാഡ്ജറ്റ് ഫ്രീ, അതിന് നിങ്ങൾക്ക് ഒരുപാട് വലിയ പാലസൊന്നും വേണമെന്നില്ല. നിങ്ങൾ ചെറിയ ഫ്ലാറ്റിലായിക്കോട്ടെ, 2 കൗച്ചുള്ളൊരു സ്ഥലം, അവിടെ നിങ്ങൾ ഫാമിലിയായിട്ട് ഒന്നിരുന്നിട്ട് എല്ലാവരുടെയും ഗാഡ്ജറ്റ് കൊണ്ടുവന്ന്, പല വീടുകളിൽ, എല്ലാ വീടുകളിലും ചെയ്യേണ്ട ഒരു കാര്യം, ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കാര്യമാണ്. കൊണ്ടുപോയി അവരുടെ ഗാഡ്ജറ്റ് എല്ലാം ഒരു ബോക്സിലിട്ട് വെക്കും. എന്നിട്ട് ഇരുന്ന് എല്ലാവരും കൂടെ വർത്താനം പറയുന്നു. ആ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റ് വേറെ ഒന്നിനും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ വി ആർ ടോട്ടലി ഇൻ ടു ദ വെർച്വൽ വേൾഡ്. നമ്മുടെ കുറ്റമല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. എന്നാൽ ഈ വെർച്വൽ വേൾഡ് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിപ്പോൾ ചോദിച്ചല്ലോ, കണ്ടക്ട് ഡിസോർഡേഴ്സ് കുട്ടികളിലുണ്ടാകുന്നു. അന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനല്ല എൻ്റെ മോക്ക് ഞാൻ ലാപ്ടോപ്പ് കൊടുക്കില്ല, മൊബൈൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഈ ജെൻ ആൽഫാസിനെയും ജെൻ ബീറ്റാസിനെയും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദേ ആർ ബോൺ ഇൻ ടു ദ AI വേൾഡ് അല്ലേ? അവർക്ക് വെർച്വലി മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ. നമ്മുടെ കൂട്ട് പണ്ടത്തെ ഒരു നോവൽ, നമ്മങ്ങനെ എങ്ങനെയാ നോവലെടുത്ത് വായിച്ചു, അതിനകത്തെ ക്യാരക്ടേഴ്സിനെ മനസ്സിൽ ഇമാജിൻ ചെയ്തു, അങ്ങനെയൊന്നും ഇന്ന് പറ്റില്ല. അവരുടെ ബ്രെയിനിൻ്റെ ന്യൂറൽ പാത്ത് വേസ് ഒന്നും അങ്ങനെ ഇല്ല.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി മാറ്റി വെക്കാനൊന്നും ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷേ ഡിജിറ്റൽ ഹൈജീൻ മസ്റ്റായിട്ടുണ്ടായിരിക്കണം എല്ലാ വീടുകളിലും. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ പേരൻറ്റ്സ്, ഗ്രാൻഡ് പേരൻറ്റ്സൊക്കെ 24/7 ബേസിസിൽ സീരിയൽസാണ്. അല്ലേ? പണ്ടൊരു സീരിയലേ ഉള്ളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാനലിലേ ഉള്ളെങ്കിൽ ഇന്ന് ആയിരക്കണക്കിനാണ്. യെസ്. മനസ്സിലായോ? ഇത് തന്നെയല്ല, ഈ ചെറിയ കുട്ടികളും പോയി ഇരുന്ന് ഇത് കാണുകയാണ്. അപ്പം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ചായാലും അവർക്കറിയേണ്ടാത്ത പല കാര്യങ്ങളെക്കുറിച്ചുമാണ് ആ കുട്ടികളുടെ ഈ ക്ലീൻ സ്ലേറ്റ് ആയിട്ടുള്ള ബ്രെയിനിലേക്ക് ഇതെല്ലാം പോകുന്നത്. അല്ലേ? പിന്നെ ഒരു എന്താ പറയുന്നത്, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ആക്സെപ്റ്റബിൾ. അത് കാണുമ്പോൾ എൻ്റെ മുത്തശ്ശൻ ചിരിക്കുന്നു, എൻ്റെ മുത്തശ്ശി ചിരിക്കുന്നു. സോ ദിസ് ഈസ് ആക്സെപ്റ്റബിൾ എന്നുള്ളതാണ് ആ കുഞ്ഞ് പഠിക്കുന്നത്. അല്ലേ? എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് സീരിയൽസിലൊക്കെ കാണുമ്പോൾ യെസ്, യെസ്, യെസ്. ഒരു കുഞ്ഞ് മീൻസ് രണ്ടച്ഛൻ രണ്ടമ്മ, അല്ലെങ്കിൽ ആ കുഞ്ഞ് ആരുടെയാണെന്ന് ആർക്കും മീൻസ് നാട്ടുകാർക്കെല്ലാം അറിയാം, അവർക്കറിയില്ല. ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഇതെല്ലാം എന്തോ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ഹൈജീൻ വേണം. വേണം. അപ്പോൾ ഡിജിറ്റൽ ഹൈജീൻ ഉണ്ടെങ്കിലേ നമുക്ക്, അല്ലെങ്കിൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ബ്രെയിൻ റോട്ട്. 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറി കോയിൻ ചെയ്ത വേർഡാണ് ബ്രെയിൻ റോട്ട്. ഇറ്റ്സ് എ ന്യൂ വേർഡ്. യെസ്. വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ റോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഓരോ റീൽസും പോയി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേനെ ദ പേഴ്സൺ കുഡൻറ്റ് ഫോക്കസ്, അറ്റൻറ്റീവ് ആവാൻ പറ്റത്തില്ല, നോ പ്രൊഡക്ടിവിറ്റി. എത്ര പേരാണ് നമ്മുടെ അടുത്ത് വരുന്നതെന്നറിയാമോ? ജോബിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല, പിന്നെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല, ഡേ ബൈ ഡേ ആങ്ഷ്യസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ എന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അപ്പം നമ്മൾ അവരുടെ സ്ക്രീൻ ടൈമൊക്കെ എടുക്കുമ്പം ഹ്യൂജാണ്. മിനിമം 4 hours പിന്നെ അങ്ങോട്ട് 12 hours അങ്ങനെ അങ്ങ് പോവുക. എപ്പോൾ ബ്രേക്ക് കിട്ടിയാലും ഓടിപ്പോയി നോമോഫോബിയ, ഫോമോ, ഓ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, മിസ്സിംഗ് ഔട്ട്. നോ മൊബൈൽ ഫോബിയ. ഇതടുത്തില്ലെങ്കിൽ ഒരു കുട്ടി പറഞ്ഞതാ, ഞാൻ തുറക്കില്ല കേട്ടോ, പഠിക്കുമ്പോൾ അത് ഇരുന്നോ? അടുത്ത് വേണം. അവൻ്റെ ഒരു അവയവം പോലാണ്. യെസ്, നമുക്കെല്ലാവർക്കും ഉണ്ട് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. യെസ്, ആ യെസ്. ഒരു ആ ഒരു പിന്നെ എന്താ പറയുന്നത്, എനിക്ക് വന്ന ഒരു നോട്ടിഫിക്കേഷൻ കണ്ടില്ലെങ്കിൽ ഞാനത് മിസ് ഔട്ട് മിസ്സാക്കോ ആയി പോവും. മിസ്സാക്കോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വെർച്വൽ വേൾഡ് നമുക്ക് വേണ്ടാന്നല്ല. വെർച്വൽ വേൾഡിലൂടെയാണ് നമ്മൾ ഇപ്പം എൻ്റെ മകനിപ്പോൾ ഒരു ദിവസം 8-9 മണിക്കൂർ ലാപ്ടോപ്പ് യൂസ് ചെയ്യും, 13 വയസ്സുകാരൻ. പക്ഷേ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ടൈം അവൻ്റെ ഡ്രംസ് ക്ലാസ്, കീബോർഡ് ക്ലാസ്, അവൻ്റെ പിന്നെ ഹോം സ്കൂളിംഗ് ആണ്, ഓൺലൈൻ ക്ലാസ്സസ്. ഉം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റർടൈൻമെൻറ്റിന് കൃത്യമായിട്ടുള്ളൊരു ടൈമിംഗ് ഉണ്ട്. ഉം. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അത് ആ ഡിജിറ്റൽ ഹൈജീൻ മീൻസ് ബ്രേക്ക് ആകുകയാണ്. നമ്മൾ പിറ്റേ ദിവസം ആ ടൈം കുറയ്ക്കും. യെസ്, അപ്പോൾ യെസ്, ഈ യെസ്. തരത്തിൽ നമുക്കൊരു സൂപ്പർവിഷനും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ ടൈമും ഗാഡ്ജറ്റ് ഫ്രീ സോൺസും ഒക്കെ കൊണ്ടുവരാമെങ്കിൽ നമ്മുടെ ഈ കണ്ടക്ട് ഡിസോർഡേഴ്സിനെയും വെർച്വൽ ഓട്ടിസത്തെയൊക്കെ ഒരു തരത്തിൽ അകറ്റി നിർത്താം. അങ്ങനെ അഫക്റ്റഡ് ആണെങ്കിൽ സീക്ക് ഹെൽപ്പ്. തന്നെത്താനെ ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഇരിക്കാതെ നമുക്കൊരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് ഗ്രാജ്വലി വിത്ത് സർട്ടൻ ടൂൾസ്, വിത്ത് സർട്ടൻ തെറപ്പീസ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും.